നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. മോളെ, ഇതൊരവസരമാണ്. വിഷ്ണു പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ റെഡിയായി നിൽക്കണം. ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കുടുംബമായിട്ട് കഴിയണം. സത്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി നീ ഇത് സമ്മതിക്കണം. അച്ഛൻ വന്ന ഞാൻ ബിഗ് ഫ്രണ്ടിനെ വിളിക്കാം. അപ്പൊ കാണാൻ വരണോട്ടോ. മോളിങ്ങി വന്നേ, അപ്പുറത്ത് കാപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. വാ, ഞാൻ എടുത്തു തരാം. അച്ഛനെ കാണാൻ വരണേ ബിഗ് ഫ്രണ്ട്. വാ ഇങ്ങോട്ട്. വരണേ വരണേ ബിഗ് ഫ്രണ്ട്. വിഷ്ണുട്ടാ, ശാലിനി എന്താ ഇത്? വിഷ്ണുട്ടാ, അത് എടോ, താൻ ഇനിയെങ്കിലും സത്യം പറ. സത്യ ഫോൺ വിളിച്ചതാരാ? പറയടോ, അങ്ങനെ സത്യക്കൊരു അച്ഛനുണ്ടോ? എനിക്കറിയില്ല. അവള് വെറുതെ ഓരോന്നും. ഇനി ആരെങ്കിലും ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതാരാണെന്ന് എനിക്കറിയില്ല. മതി, അത് നിർത്ത്. വിഷ്ണുട്ടാ, ഞാൻ എല്ലാം എന്റെ മാത്രം തെറ്റാ. അമ്മയെ ധിക്കരിച്ചൊന്നും പ്രവർത്തിക്കാത്തതാണ് എനിക്ക് സംഭവിച്ച കുഴപ്പം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊന്നും സഹിച്ചു മുന്നോട്ട് പോകാൻ എനിക്കാവില്ല. ഞാനൊരു തീരുമാനത്തിലെത്തുക. അതിൽ താൻ എന്റെ ഒപ്പം നിൽക്കണം. വിഷ്ണുട്ടാ, എന്താ ഉദ്ദേശിക്കുന്നത്? പഴയതുപോലെ ഒരു വീട് വാടകയ്ക്കെടുത്ത് നമുക്ക് മാത്രമായിട്ടുള്ള ഒരു ലോകം. ഞാനും താനും പിന്നെ നമ്മുടെ സത്യമോളും മാത്രം. ഇടൂ, നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണ്ടേ? ഒരുപാട് ആലോചിച്ചതിന് ശേഷം എടുത്ത തീരുമാനമാ. ഇനി അതിന് മാറ്റമില്ല. ആശാനെ. ആ കമല, നീ ആ പറഞ്ഞ വീട് ഓക്കെ അല്ലേ? അതെ ആശാനെ. ഞാനും ഓക്കെയാ. നാളെ തന്നെ വാടക ചീട്ട് എഴുതണം. അഡ്വാൻസും കൊടുക്കണം കേട്ടോ. ആ ശരി ആശാനെ. അപ്പൊ നാളെ തന്നെ നമ്മൾ മാറുക. ഇനി നമ്മളിങ്ങനെ അകന്നു നിന്നാ നമ്മുടെ ജീവിതം നമ്മളിൽ നിന്ന് അകന്നു പോവും. പിന്നെ ഇത് തിരികെ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അതുകൊണ്ട് നാളെ തയ്യാറായിട്ട് നിൽക്കണം. ഞാൻ വരും. ഇനി ഇക്കാര്യത്തിൽ മാറ്റമില്ല. നാളെ നീ ഒരു വാടക ചീട്ടും എഴുതില്ല, വാടകയ്ക്ക് താമസിക്കാനും പോകുന്നില്ല. അങ്ങനെ പോകുന്നത് ശാലിനിക്ക് വേണമെങ്കിൽ സ്വപ്നം കാണാം. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കാൻ സമ്മതിക്കില്ല ഞാൻ. നീ കണ്ടോ? ശാരദമ്മ കേട്ടല്ലോ ഞാൻ പറഞ്ഞതല്ല. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടാവരുത്. ശാലിനി തയ്യാറായിട്ട് നിൽക്കണം. മോളെ, ഇതൊരവസരമാണ്. വിഷ്ണു പറഞ്ഞതുപോലെ നാളെ നിങ്ങൾ റെഡിയായി നിൽക്കണം. ഒന്നിച്ചൊരു വീട്ടിൽ ഒരു കുടുംബമായിട്ട് കഴിയണം. സത്യം അത് ആഗ്രഹിക്കുന്നുണ്ട്. അവൾക്ക് വേണ്ടി നീ ഇത് സമ്മതിക്കണം.
എനിക്ക് അച്ഛനില്ലെന്ന് ആരാ പറഞ്ഞത്? എന്റെ അച്ഛൻ എന്നെ ഫോൺ ചെയ്യാറുണ്ടല്ലോ. ചുമ്മാ പറയില്ലേടി, ഫോൺ ചെയ്യാറുണ്ട് പോലും. എടി, ഞങ്ങൾക്കും ഉണ്ട് അച്ഛന്മാരൊക്കെ. എന്റെ ഇവരുടെ അച്ഛന്മാരൊക്കെ എത്ര തവണയായി സ്കൂളിൽ വന്നിരിക്കുന്നത്. നിന്റെ അച്ഛൻ ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ കാണാൻ വന്നിട്ടുണ്ടോടി? എന്റെ അച്ഛൻ ഉടനെ വരും. വരും, നീ നോക്കിയിരുന്നോ. വെറുതെ കള്ളക്കഥയും പറഞ്ഞ് നടക്കുക വരുമെന്ന്. ആര് വരാൻ? നിനക്ക് സ്വന്തമായിട്ട് അച്ഛനുണ്ടെങ്കിലല്ലേ വരൂ. എനിക്ക് അച്ഛനുണ്ട്. അത് പറഞ്ഞാ പോരാ, കാണിക്കണം. പറ്റുമോ? ആ പറ്റും. എന്നാ കാണിക്ക്. എന്നിട്ട് നീ വലിയ വീരവാദം പറഞ്ഞാ മതി. അച്ഛനില്ലാത്തവളെ, വാ നമുക്ക് പോയി കളിക്കാം. അതെ, ഇതെന്താ ഇവിടെ വന്നിരുന്നളഞ്ഞേ? സാധാരണ റൂമിൽ വന്നിട്ടാണല്ലോ ബാഗ് തുറക്കുന്നേ, അതും 100 തവണ പറഞ്ഞിട്ട്. ടീച്ചർ ഹോംവർക്കായിട്ട് ചിലതൊക്കെ എഴുതാൻ തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയതാ. നോക്കുന്നതേ ഉള്ളോ, എഴുത്തൊന്നുമില്ലേ? അതിനൊക്കെ സമയം ഇനിയുണ്ട് സത്യാമ്മേ. ആ, ഓരോന്നിനും ഓരോ സമയമുണ്ട്. ഓ, ഗെയിം കളിക്കാൻ, പഠിക്കാൻ. ദേ, ഞങ്ങളൊക്കെ പഠിച്ചിരുന്നപ്പോഴേ ഇങ്ങനെ സമയക്രമമൊന്നുമില്ലായിരുന്നു. പഠിത്തം മാത്രം, ഒരു ഗെയിം കളിയില്ല. അതിനൊന്ന് ഗെയിം കളിക്കാൻ മൊബൈൽ ഉണ്ടായിരുന്നോ? എടി ഭയങ്കരി, നീ ആള് കൊള്ളാമല്ലോ. സത്യമേ, ഇപ്പോഴത്തെ പിള്ളേരാ, ഒരു കളിയും ഇവരോട് നടക്കില്ല. അമ്മയെ കുറച്ച് വെള്ളം താ, ഭയങ്കര ദാഹം. ആ ശ്യാമേ, എനിക്കും കൂടെ കുറച്ച് വെള്ളം എടുത്തോ. ശരി. ആ എഴുത്. ഇന്നെന്താ ഒരുപാട് പഠിക്കാനുണ്ടോ? ഏയ്, അത്രയ്ക്കൊന്നുമല്ല. എഴുതാനാ കൂടുതല്. ആരേതിപ്പോ? ഹലോ ഹലോ, സത്യഭാമയല്ലേ? ആരാ സംസാരിക്കുന്നേ? ഞാനൊരു അഭ്യുദയകാംക്ഷയാ. അതെന്തൊരു പേരാ, അഭ്യുദയകാംക്ഷി? കൊച്ചേ, നേരെ ചൊവ്വയുള്ള പേരെന്തെങ്കിലും ഉണ്ടേ പറ. എനിക്കിങ്ങനെയുള്ള പേരൊന്നും ദഹിക്കത്തില്ല. അല്ല, അല്ലെങ്കിൽ തന്നെ ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നു? പേരിലല്ലല്ലോ കാര്യം, അറിയിക്കുന്ന കാര്യത്തിലല്ലേ. അതെ, എനിക്കിങ്ങനെ വളച്ചു കെട്ടി പറയുന്ന ശീലമൊന്നുമില്ല. അങ്ങനെ പറയുന്നവരെ എനിക്കിഷ്ടമല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയണം. ആ, അതിപ്പോ ഫോണിലൂടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ലല്ലോ. വേണ്ട, അല്ലാതെ കാര്യങ്ങൾ നേരിട്ട് പറയണം. എന്താ നിനക്ക് പറയാനുള്ളത്? കുഞ്ഞേച്ചി പറഞ്ഞ പെണ്ണായിരിക്കോ ഈ വിളിക്കുന്നേ? അങ്ങനെയാണെങ്കിൽ അവള് പറയാൻ പോകുന്നത് പപ്പി എന്റെ മകളല്ലെന്നും പപ്പിയെ ഞാൻ പ്രസവിച്ചിട്ടില്ലെന്നും ആയിരിക്കും. ഇതറിയുമ്പോ ഇവിടെ ഒരു ഭൂകമ്പം തന്നെ ഉണ്ടാകും. എങ്ങനെയാ ഈശ്വര ഈ ഫോൺ കോൾ ഒന്ന് മുടക്കുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.